ഹരേ കൃഷ്ണ. കുറൂരമ്മയുടെ കഥയാണ് ഇന്ന് വിവരിക്കുന്നത്. കുറൂരമ്മ വളരെ ചെറുപ്പം തന്നെ വിവാഹിതയായി. അധികം താമസിയായി തന്നെ അവരുടെ ഭർത്താവ് മരണമടഞ്ഞു. കുറൂരമ്മ ഭക്തിയിൽ മാത്രമാണ് പിന്നീട് ഭക്തി വളർത്താൻ വേണ്ടി ശ്രമിച്ച് ഭഗവാനെ ഭരിക്കാൻ തുടങ്ങി. കുറൂരമ്മയുടെ ഭക്തി എല്ലാ ജനങ്ങൾക്ക് കണ്ടറിയുകയും അതേസമയം കുറൂരമ്മ അശുദ്ധമാകുന്ന സമയത്ത് നാമം ജപിക്കുന്നു, അത് ശരിയല്ല എന്നുള്ള ഒരു സന്ദേശം വില്ലമകത്തെ ധരിപ്പിക്കുന്നു. വില്ലമകത്തിന് ആദ്യം ഇത് ശരിയാണെന്ന് തോന്നുകയും വില്ലമകലം ഇത് കുറൂരമ്മയോട് ചോദിക്കുകയും ചെയ്യുന്നു. കുറൂരമ്മ അതേസമയം വില്ലമകലത്തോട് ചോദിക്കുന്നു, അല്ല, ഞാൻ ഭഗവൻ നാമം ജപിച്ചുകൊണ്ട് മരണപ്പെടാനാണ് ഉദ്ദേശിക്കുന്നത്. അശുദ്ധമാകുന്ന സമയത്ത് നാമം ഞാൻ മരണപ്പെടുകയില്ല എന്ന് അങ്ങക്ക് ഒരു വരം തരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ആ സമയത്ത് നാമം ജപിക്കുകയില്ല എന്ന് പറയുന്നു. വില്ലമകലത്തിന് കാര്യം മനസ്സിലാകുന്നു. വില്ലമകലം പോവാൻ പുറപ്പെടുന്നു. അതേസമയം വില്ലമകലം ഒരു കാര്യം കാണുന്നു. കുറൂരമ്മയെ ചുറ്റിപ്പറ്റി ഒരു ഓമനക്കുട്ടൻ ചുറ്റി കുറൂരമ്മയുടെ വസ്ത്രം പിടിച്ചുകൊണ്ട് ചുറ്റിച്ച് നിൽക്കുന്നത് കാണുന്നു. വളരെ ഓമനത്തോടുള്ള ആ കുട്ടി ഭഗവാൻ കൃഷ്ണനാണ് എന്ന് വില്ലമകലം തിരിച്ചറിയുന്നു. ഭക്തി ആണ് ഏറ്റവും പ്രധാനം എന്നും അവന് ശുദ്ധിയല്ല പ്രധാനം എന്നും ഉള്ളത് വില്ലമകലം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇത് തിരുത്താൻ എനിക്ക് സാധിക്കില്ല എന്നതിലേക്ക് വില്ലമകലം തിരിച്ചു പോകുന്നു. ആ കുട്ടി യശോദമ്മയെ എങ്ങനെ സ്നേഹിക്കുന്നു അതേമാതിരി കുറൂരമ്മയെ സ്നേഹിക്കുന്നു. കുറൂരമ്മയ്ക്ക് അന്ത്യകാലം അടുക്കുന്നു. കുറൂരമ്മയെ എല്ലാവിധത്തിലും ഭഗവാൻ കൃഷ്ണൻ പരിപാലിക്കുന്നു. സ്വന്തം വഴിയിൽ തലവെച്ച് അമ്മയെ കിടത്തുന്നു. അമ്മയുടെ ദേഹം തലവടി കൊടുക്കുന്നു. അങ്ങനെ എല്ലാവിധ വേണ്ട അന്ത്യകാല ശുശ്രൂഷകൾ ഭഗവാൻ ചെയ്തു കൊടുക്കുന്നു. ഭഗവാന്റെ വഴിയിൽ കിടന്നതിന് അമ്മ അന്ത്യശ്വാസം വലിക്കുന്നു. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഭക്തി വളർത്തുക. ആ ഭക്തിയെ കൊണ്ട് നമുക്ക് ഭഗവൻ സായുജ്യം നേടാൻ പറ്റും എന്നത് ആണ്. ഈ കഥയിൽ ഈ ഉള്ളടക്കം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കഥ ഇവിടെ വിവരിക്കുന്നത്.